Light of the world, in our darkness you shine. Moved by the Spirit, we walk by your design. I see salvation in weakness and loss. Arms now embrace you. Oh, light of the ക്രിസ്തുവിലുള്ള എന്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, കൃപയും സമാധാനവും. ഇന്ന് മെഴുകുതിരികൾ അവതരണ തിരുനാളിനെ പ്രകാശിപ്പിക്കുന്നു. ക്രിസ്തു, ലോകത്തിന്റെ യഥാർത്ഥ വെളിച്ചം. മറിയം ജോസഫും അവനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. ചെറിയവൻ, ദരിദ്രൻ, മറഞ്ഞിരിക്കുന്നു. എന്നിട്ടും വെളിച്ചം അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. അതിനാൽ നമുക്ക് ഒരുമിച്ച് വചനത്തിൽ പ്രവേശിക്കാം. ശിമിയോനും അന്നയും കാത്തിരിക്കുന്നു. വെറുതെ ഇരിക്കുകയല്ല, ക്ഷീണിതനല്ല, ജീവനുള്ള കാത്തിരിപ്പ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഇതാണ് പൂർത്തീകരിക്കപ്പെട്ട ജീവിതത്തിന്റെ കാത്തിരിപ്പ്. പ്രതീക്ഷയാൽ വികസിച്ച ഹൃദയം. ശിമിയോൻ ആത്മാവിനാൽ ചലിപ്പിക്കപ്പെടുന്നു. അവൻ രക്ഷ കാണുന്നു. അവൻ കുട്ടിയെ തന്റെ കൈകളിലേക്ക് എടുക്കുന്നു. 3 ചലനങ്ങൾ. ഇന്ന് നമുക്കായി 3 ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് സമർപ്പിത ഹൃദയങ്ങൾക്ക്. നിങ്ങളെ എന്താണ് പ്രേരിപ്പിക്കുന്നത്? നിങ്ങളുടെ കണ്ണുകൾ എന്താണ് കാണുന്നത്? നിങ്ങൾ എന്താണ് പിടിക്കുന്നത്? ശിമയോൻ ദേവാലയത്തിൽ പ്രവേശിക്കുന്നു. ആത്മാവിനാൽ ചലിപ്പിക്കപ്പെടുന്നു. ശീലത്താലല്ല, പതിവ് കൊണ്ടല്ല, തീയാൽ. അവൻ സിംഹാസനം കാണുന്നില്ല, ഒരു പാവം കുട്ടി മാത്രം. എന്നിട്ടും അവൻ വിശ്വസിക്കുന്നു. ഇതാണ് രക്ഷ. ദൈവം തന്നെ അല്പതയിൽ മറയ്ക്കുന്നു. കുരിശിൽ മറഞ്ഞിരിക്കുന്നത് പോലെ. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ അതിനെ അഗ്നി എന്ന് വിളിക്കുന്നു. സ്വർണം ശുദ്ധീകരിക്കുന്നു, തെറ്റായതിനെ ദഹിപ്പിക്കുന്നു. എന്നാൽ സത്യത്തെ ഒരിക്കലും നശിപ്പിക്കാത്ത തീ. നമ്മളും, ലോകം നമ്മെ സംഖ്യകളാൽ ചലിപ്പിക്കുന്നു. വിജയത്തോടെ, ദൃശ്യതയോടെ. ആത്മാവ് നമ്മെ വ്യത്യസ്തമായി ചലിപ്പിക്കുന്നു. ദൈനംദിന വിശ്വസ്തതയാൽ, ആരും കാണാത്ത പ്രാർത്ഥനയാൽ, താമസിക്കുന്നതിലൂടെ. ശിമിയോൻ താമസിച്ചു, അന്ന താമസിച്ചു. വിശുദ്ധ തെരേസ മന്ത്രിക്കുന്നു, ഒന്നും നിങ്ങളെ ശല്യപ്പെടുത്തരുത്, ക്ഷമ എല്ലാം നേടുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, എന്നെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ആത്മാവോ അതോ ശീലം മാത്രമോ? ശിമയോൻ പറയുന്നു, എന്റെ കണ്ണുകൾ നിന്റെ രക്ഷ കണ്ടു. വിശ്വാസം കാഴ്ചയെ പുനർനിർമ്മിക്കുന്നു. ലോകം ബലഹീനത കാണും, വിശ്വാസം ദൈവത്തെ പ്രവൃത്തിയിൽ കാണും. ലോകം പറയുന്നു നേർച്ചകൾ പാഴായി, ഭൂതകാലം പരാജയമാണ്, ഭാവി ചുരുങ്ങുകയാണ്. എന്നാൽ ശിമയോന്റെയും അന്നയുടെയും കണ്ണുകൾ പ്രതീക്ഷയാൽ തിളങ്ങുന്നു. വിശുദ്ധ തെരേസ ആത്മാവിനെ ഒരു ഇരുണ്ട കോട്ടയായി എഴുതുന്നു. കട്ടിയുള്ള ഇരുട്ട്, ആശയക്കുഴപ്പം, ഭയം. എന്നിട്ടും അവൾ പറയുന്നു, സൂര്യൻ മധ്യത്തിൽ വസിക്കുന്നു. പോയി ഒരു വൃദ്ധ സഹോദരിയുടെ, വാർദ്ധക്യത്തിലായ ഒരു സഹോദരന്റെ കണ്ണുകളിലേക്ക് നോക്കുക. അവിടെ കഷ്ടപ്പാടുണ്ട്, അതെ, എന്നാൽ ജ്ഞാനവും, സ്വാതന്ത്ര്യം, പ്രത്യാശ. ദൈവം തിന്മയിൽ നിന്ന് നന്മയെ എടുക്കുന്നു, എപ്പോഴും. അപ്പോൾ ഇന്ന് ചോദിക്കുക, എന്റെ കണ്ണുകൾ എന്താണ് കാണുന്നത്? നഷ്ടം അതോ രക്ഷ ഇതിനകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു? അപ്പോൾ ശിമയോൻ ധൈര്യത്തോടെ എന്തെങ്കിലും ചെയ്യുന്നു. അവൻ യേശുവിനെ കൈകളിലേക്ക് എടുക്കുന്നു. വിശ്വാസം ഒരു ആശയമല്ല, അതൊരു ആലിംഗനമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ക്രിസ്തുവിനെ കയ്യിലെടുക്കാതെ കയ്പ് വളരുന്നു, അത്ഭുതം മമ്മുന്നു. യേശുവിനെ പിടിക്കുക എന്നാൽ അവൻ നിങ്ങളുടെ കൈകൾ വിശാലമാക്കുക എന്നാണ്. മുംബൈയിലെ ഒരു കർമ്മലീത്ത പുരോഹിതനെയാണ് ഞാൻ ഓർക്കുന്നത്. ലോക്ക്ഡൌൺ പള്ളിയെ ശൂന്യമാക്കി. പണം വറ്റിപ്പോയി. ചെറുപ്പക്കാർ അപ്രത്യക്ഷരായി. എന്നിട്ടും എല്ലാ ദിവസവും അദ്ദേഹം കുർബാന അർപ്പിച്ചു. ഒരു വിധവയ്ക്ക് വേണ്ടി, ഒരു മെഴുകുതിരി, വിറയ്ക്കുന്ന ഒരു ജോഡി കൈകൾ.
അദ്ദേഹം പറഞ്ഞു, ആത്മാവ് എനിക്ക് ക്രിസ്തുവിനെ കണ്ണീരിൽ കാണിച്ചത്. പതുക്കെ മറ്റുള്ളവർ മടങ്ങി. പരിപാടികളാൽ ആകർഷിക്കപ്പെട്ടില്ല, വിശ്വസ്തതയാൽ. വിശുദ്ധ തെരേസ് പാടുന്നു, എളിയ ആത്മാവ് ഭൂമിയിലെ ഗോതമ്പ് പോലെ മരിക്കുന്നു, വെളിച്ചത്തിലേക്ക് ഉയരുന്നു. ദൈവത്തിന്റെ വഴി നമ്മുടെ സ്വപ്നമല്ല, അത് നമ്മുടെ ആവശ്യമാണ്. നമ്മെ നയിക്കാൻ വെളിച്ചം, നമ്മെ ശുദ്ധീകരിക്കാൻ തീ, നമ്മുടെ ജീവിതം പങ്കിടാൻ ഒരു സഹോദരൻ. മറിയ 2 കുറുപ്രാവുകളെ നൽകുന്നു, അവളുടെ ലളിതം. ഇന്ന് ഞങ്ങൾ അതുതന്നെ അർപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ ഉയർത്തുക. ആത്മാവിനാൽ പ്രചോദിതരാകുക. രക്ഷയിൽ നിങ്ങളുടെ കണ്ണുകൾ ഉറപ്പിക്കുക. യേശുവിനെ മുറുകെ പിടിക്കുക. അവൻ നിങ്ങളെ താങ്ങട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ശിമയോനെ പോലെ സമാധാനത്തോടെ പോകാം. വിശുദ്ധ തെരേസ് പ്രാർത്ഥിക്കുന്നതുപോലെ, മഹത്വമുള്ള രാജാവേ, എന്റെ ആത്മാവിനെ ഒരു വജ്രം പോലെ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളെ ഉണർത്തണമേ. ഞങ്ങളുടെ കാഴ്ച ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കൈകൾ നിന്നെക്കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ.